ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി നേടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ കാലത്തേക്കൊന്ന് നോക്കുക. യേശു എല്ലാവരുടെയും മുമ്പിൽ റോൾ മോഡലായി നിൽക്കുന്ന സമയം രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു, അങ്ങനെ മഹത്തായ അത്ഭുതങ്ങളൊക്കെ ചെയ്ത്, അതായത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് യേശു ഒരു സൂപ്പർ ഹീറോ ആയിട്ട് നിലകൊള്ളുന്ന സമയം. അപ്പോൾ ഇന്നത്തെ സുവിശേഷ പാഠത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഞാൻ എന്റെ ഉത്ഭവത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. യേശു ഇതേപോലെ തന്നെ 5 അപ്പം 5000 പേർക്കായി വർദ്ധിപ്പിച്ചു നിൽക്കുന്ന സമയം. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ഇവനെ അനുഗമിച്ച് ഇവന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ഇവർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ നേടുവാൻ സാധിക്കുമെന്ന്. അപ്പോഴാണ് നമ്മുടെ പത്രോസ് കയറി തന്റെ വിശ്വാസ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാവരുടെയും കണ്ണിൽ യേശു ഒരു സൂപ്പർ ഹീറോ ആയിട്ട് നിലകൊള്ളുകയാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തകിതം മറിച്ചുകൊണ്ട് യേശു ഒരു കാര്യം പറയുകയാണ്: ഞാൻ മരിക്കാൻ പോവുകയാണ്. എന്റെ മരണം സാധാരണ മരണമായിരിക്കുകയില്ല. ഞാൻ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും പീഡനം സഹിച്ചുമായിരിക്കും മരിക്കുന്നതെന്ന്. അതേപോലെ തന്നെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ചുകൊണ്ട് തന്റെ കുരിശുമരത്തിന്റെ പിന്നാലെ വരട്ടെ എന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ വന്ന പകുതി പേരും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. കാരണം അന്നത്തെ കാലത്ത് കുരിശെടുത്ത് പോകുക എന്ന് പറയുന്നത്, കാരണം യഹൂദരുടെ കണ്ണിൽ കുരിശ് എന്ന് പറയുന്നത് ഒരു ശപിക്കപ്പെട്ട വസ്തുവായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നിർത്തിക്കൊണ്ട് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു മാസ ഡയലോഗ് കൊണ്ട് ഒന്ന് പൂർത്തീകരിക്കുകയാണ്. യേശു പറയുകയാണ്, ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഈ നോമ്പ് കാലത്ത് നമ്മളെ ഓരോരുത്തരെയും അസ്വസ്ഥരാക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇത്രയും നാൾ നാം ലോകത്തിന്റെ പിന്നാലെ ഓടി. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മെ തന്നെ പരിത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ തന്റെ കുരിശുമെടുത്ത് പോകുവാൻ സാധിക്കട്ടെ.